ഹലോ, എൻ്റെ സ്വന്തം കെട്ടിയവൻ എന്നെ പാതി വഴിയിൽ വെച്ച് ചതിച്ച കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നമുക്ക് കഥയിലോട്ട് വരാം. ഇവനാണെങ്കിൽ റംസാൻ പോയ നേരം മുതൽ കുറേ അലർച്ചയാണ്. എനിക്കിനിപ്പോൾ ഇവനെ ബാഗും നോക്കി ഐ ഡി കാർഡിട്ട് കഴുത്തിലിട്ട് വീണ് സ്കൂളിൽ വിടാൻ പറ്റത്തില്ലല്ലോ. പറ്റുമായിരുന്നെങ്കിൽ ഞാനൊരു കൈ നോക്കിയായിരുന്നു. കിടന്ന് അലർച്ചേനെ അലർച്ച. ഞാൻ കരുതി അവിടെ കിടന്ന് കരയട്ടെന്ന് കരഞ്ഞ് വിളിച്ച് കുറേ നേരം കഴിഞ്ഞ് അവനങ്ങ് സമാധാനപ്പെട്ടോളൂ. ഞാൻ പോയി നേരെ കുളിച്ച് റെഡി. അപ്പോൾ ഇത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇക്കടെ ചേട്ടൻ്റെ വീട് പണി നടക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമെന്ന് ഞാനിവിടെ പോകുന്നു. അപ്പോൾ ഇന്ന് അവിടെ രണ്ടാമത്തെ നില വാർപ്പാണ്. പതിവ് തെറ്റിക്കാതെ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ഫുഡ് ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിരിയാണി. പക്ഷേ അത് അവർ ഒരുപാട് ലേറ്റായിപ്പോയി. ഞങ്ങൾ കാത്തു നിന്ന് വേറെ കുറച്ചെന്ന് വേണമെങ്കിൽ പറയാം. പണിയും പറഞ്ഞതിനേക്കാളും നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും നല്ല കട്ട വെയിറ്റിങ്ങിലായിരുന്നു. അവർക്ക് ഈ ഫുഡ് കിട്ടിയിട്ട് വേണം വേറെ എവിടെയൊക്കെയോ അടുത്ത പണിക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് നേരം നമ്മൾ പോയി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് വേറെ ഇറങ്ങുന്നതായപ്പോഴത്തേക്കും എനിക്കൊരു ചായ വാങ്ങിച്ചു തന്നു. വെപ്രാളത്തിനെടുത്ത് കുടിച്ചപ്പോഴത്തേക്കും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. നാക്ക് പൊള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് അവിടെ ഇരുന്നപ്പോഴത്തേക്കും തന്നെ ബിരിയാണി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പണിസ്ഥലത്തോട്ടെത്തി. പണിക്കാർ പണിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നത് ചേട്ടത്തി എനിക്ക് വീഡിയോ എടുത്ത് അയച്ചതാണിത്. അങ്ങനെ എവിടെ എത്തിയെന്ന് ചോദിച്ചു. അങ്ങനെ ഞാനതിപ്പോൾ ഇതിന് ചേർത്തന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയെ കൊണ്ട് സ്ഥലത്തെത്തി. അവർക്കൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്നപ്പോഴത്തേക്കും എൻ്റെ കെട്ടിയവന് പതിവിലില്ലാത്തൊരു വെപ്രാളം. പോവാന്ന്. സാധാരണ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ നേരം എന്തെങ്കിലും ഒതുക്കി പറക്കിയൊക്കെ എനിക്കും ഇന്ന് ഭയങ്കര വെപ്രാളം. കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഒരു കൂട്ടുകാരെല്ലാം കൂടെ കല്ലാറ് പോയി ഫുഡൊക്കെ ഉണ്ടാക്കി അവിടെ കറങ്ങാനുള്ള പ്ലാനാണ്. എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ ആളില്ല. അപ്പോഴാണ് എൻ്റെ പറയുന്നത്, നീ ചേട്ടത്തിയുടെ വീട്ടിൽ നിന്ന് വൈകുന്നേരം തന്നെ ഞാൻ വിളിക്കാൻ വരാമെന്ന്. അവസാനം ചേട്ടത്തിക്ക് ആരനായിട്ട് പോകണം, ചേട്ടത്തി എന്നെ കൊണ്ടാക്കാമെന്ന് സമ്മതിച്ച്. ഈ പട്ടി ഉണ്ടല്ലോ, ഈ കിടക്കണ പട്ടി ചേട്ടത്തിയുടെ വീടിൻ്റെ അടുത്തുള്ള പട്ടിയാണ്. ഞാൻ ഇന്നോളൊരിക്കൽ അവിടെ പോയപ്പോൾ എൻ്റെ ഒരു ചെരുപ്പ് കടിച്ചെടുത്തോണ്ട് അഴുക്കപ്പട്ടി ഈ റിയ അതിനെ കണ്ട് പേടിച്ച് നിൽക്കുന്നതാണ്. അവസാനം ഞങ്ങൾ ചേട്ടത്തി എന്നെ കൊണ്ടാക്കുന്ന വഴിയിൽ ലൈനിങ് ഒക്കെ എടുക്കാൻ കയറി. അതൊക്കെ കഴിഞ്ഞ് നേരെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പം ബിരിയാണി നമുക്കും ഉണ്ടായിരുന്നു. അത് നല്ല ബീഫ് ബിരിയാണിയാണ് കൊണ്ടുവന്ന് ഞാനും എൻ്റെ മമ്മിയും കൂടി ഷെയർ ചെയ്ത് ഒരു ബിരിയാണി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.